അത് 50,000 രൂപയുടെ നഷ്ടം ഈ വിലക്കിപ്പോൾ ഉണ്ട്. 50,000 രൂപയിൽ കൂടുതൽ നഷ്ടമുണ്ട്. ഇത് കണ്ട 50,000 രൂപ വലയാണ് വെക്കണത്. നിങ്ങൾ വടക്കെ പിടിച്ച് കണ്ടിച്ചു പോയി. അതുകൊണ്ട് ഞങ്ങൾ ഈ വലപ്പണി കഴിഞ്ഞിട്ട് കുറേ കഴിയാണ്ട് പോകാനൊക്കെ ഇല്ലേ. 2 മണിക്ക് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പോകാനാ. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. മത്സ്യത്തൊഴിലാളി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. വേണ്ട ഈ ഇരുന്നിരുന്ന് മാട്ടി മാട്ടി എടുക്കുക. കണ്ടിച്ചു പോയാൽ പിന്നെയും പണിയാണ്. നാളെയും പോയി ഇതുപോലെ സംഭവിച്ചാൽ ഇത് തന്നെ അവസ്ഥ. മിക്കപ്പോഴും ഇതൊക്കെ തന്നെ എല്ലാം എന്താണ് എല്ലാ ദിവസവും പോകുമ്പോൾ ഇതൊക്കെ തന്നെ സംഭവം. ഈ ആറിൻ്റെ പക്കടിച്ച് തന്നെയുള്ള സംഭവം. എല്ലാ ദിവസവും ഇത് ഞങ്ങൾ ഈ വലപ്പണിയും കഴിഞ്ഞ് പോകും. പിറ്റേ ദിവസം അത് കണ്ടിച്ച് എല്ലാ ദിവസവും കയറിയിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത്ര നഷ്ടം വന്നു കഴിയുമ്പോൾ സ്വർണ്ണമോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്ത് പണയാൻ വെച്ചിട്ടാണ് വീണ്ടും ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. പല മാറണമെങ്കിൽ അത് വേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയിൽ ജീവിക്കാൻ നിവർത്തിയില്ല. പിന്നെ പോരിയാണ്. 500 രൂപ കിട്ടിയാൽ 500 രൂപ കിട്ടിയാൽ കുടുംബം കഴിയല്ല എന്ന് കരുതി പോരുക. അതിൻ്റെ അപ്പുറത്ത് മാക്കാച്ചി കടി, ഒരു ചെറിയ മാക്കാച്ചി കടി. അതല്ല പുതിയ വലയാണ് ഇതെല്ലാം. കടിച്ച് 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 കാരണം ചാളക്ക് വരിയ കിട്ടിയല്ല. എല്ലാം ഊരി പോവാം അതിൽ കൂടെ. അതൊക്കെ നഷ്ടമാണ് ഞാൻ. അവിടെ പോയി അടിച്ചാൽ വല കണ്ടിച്ചുണ്ട്. ഒരുപാട് വല കണ്ടിച്ചിട്ട് ഒരു മാസമൊക്കെ പണിക്കാൻ ഒത്തിട്ടില്ല. അപ്പോൾ ഈ കരയിലെ പണി ശംഖ് കൊണ്ട് കണ്ടിക്കണം. ശംഖ് ഈ ഫിഷിംഗ് ബോർഡ് വലിച്ചിട്ട് അങ്ങനെ ശംഖ് കൂട്ടിത്തറ ഇടും. അപ്പോൾ അത് വലമ്പ ഉടക്കി കണ്ടിച്ചു. ഇതാണ് സാധനം. ഇത് മുള്ളാണ്. ഈ മുള്ള് വലമ്പ ഉടക്കിയാൽ കണ്ടി ഉണ്ടാ ഈ സാധനം. ഇത് ഫിഷിംഗ് ബോർഡ് വലിച്ച് അവർ ഒന്നിച്ച് വലിച്ചെടുത്തിട്ട് ഒരു സ്ഥലത്തായിട്ട് ഇടും. അവർ അതിലുള്ള മീനൊക്കെ എടുത്തിട്ട് കര അങ്ങനെയൊക്കെയുള്ള ഔതമാണ്. തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ടോ? സാഹചര്യം പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇന്ന് പോയിട്ട് ഒരു കള്ളി ചാള കിട്ടി. അല്ല 40-40 രൂപ കിട്ടും. ഒരു 60,000 രൂപ ചിലവാണ്. പിന്നെ എന്തായാലും അവർ ചാവടിക്കാൻ ഞങ്ങൾക്ക് തരും. അതിനെ ഒപ്പിച്ചിട്ടുണ്ടത് പണി മോശമാണ്. ഭയങ്കര മോശമാണ്. ചാള കടലുള്ള ടൈമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഒന്നും പണിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. എപ്പോഴും എല്ലാ ദിവസവും വല കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ കണ്ടിങ്ങനെ കട്ടിയത് പോകണ കാലം അങ്ങനെ തിരുപ്പിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ യാതൊരുവിധ നടപടികളും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇന്നുവരെ ഇതിനെക്കുറിച്ച് യാതൊരു തീരുമാനമായിട്ടില്ല. ഒരുപാട് രൂപയുടെ നഷ്ടം വരാറുണ്ട്. ഒരുപാട് രൂപയുടെ നഷ്ടം വരാറുണ്ട്. ഒരുപാട് പൈസ നഷ്ടം വരാറുണ്ട്. ഇപ്പോൾ ഇതെല്ലാം പുതിയ വല ഉണ്ടാവും. ഇപ്പോൾ വെക്കുക പഴയത് മാറ്റിയിട്ട് പുതിയത് വെക്കുക. കീറിയതെല്ലാം മാറ്റണേ മാറ്റിയിട്ട് പുതിയ വല വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നഷ്ടം വരുന്നത്. എല്ലാ ദിവസവും ഇത് തന്നെ പണി. കടൽ ഇത് പോയപ്പോൾ തൊട്ട് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ തന്നെയല്ല മിക്ക വള്ളക്കാർ ഇത് തന്നെ അവസ്ഥ. എല്ലാവരും കടപ്പടിയൊക്കെ മേടിച്ചാണ് ഇത് ഉണ്ടാക്കിയത്. എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. എത്രയോ വള്ളക്കാരുടെ പോകുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ മാത്രമല്ല. ഞങ്ങളിപ്പോൾ ഇന്നലെ ഇത് തന്നെ അവസ്ഥയായിരുന്നു. ഇന്നും ഇത് തന്നെ അവസ്ഥ. എല്ലാ അവസ്ഥയും ഞങ്ങൾ നേരത്തെ കയറുകൊണ്ട് പണിയായിട്ട് വീട്ടിൽ പോകും. പൊക്കിപ്പിടിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലയൊക്കെ ഞങ്ങളുടെ കീറിയതാണ്. ഇത് കണ്ടാൽ ഞങ്ങൾക്ക് എന്ത് നഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് ഒന്നും സഹായം കിട്ടിയില്ല. ഇന്ന് വരെങ്കിലും കിട്ടിയില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം കുറേ നാളിന് മുമ്പ് പറയണതാണ്. ഇത് തന്നെ ഞങ്ങളുടെ അവസ്ഥ. അങ്ങനെ ഇതുകൊണ്ടൊക്കെ തീരും. ഇത് 1.5 കോടി രൂപ കടവും വിലയും മേടിച്ചുണ്ടാക്കിയ തൊഴിലാണ്. ഈ തൊഴിൽ കമ്മൽ വരെയും പണയം വെച്ചൊക്കെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. അതിൽ ഞങ്ങളൊക്കെ കയറി കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഒരു രക്ഷയില്ല. ഇത് തന്നെ അവസ്ഥ. അവർ സഹായിക്കുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് സഹായിച്ചാൽ ഞങ്ങൾക്ക് കഴിയാം.
ഇതിനെന്തെങ്കിലും ഗവൺമെന്റിന്റെ അടുത്ത് പറയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഗവൺമെൻറ്റിൻ്റെ അനേകം പരാതികൾ വള്ളക്കാരും യൂണിയനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യവും ഇപ്പോൾ വരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഒരു നഷ്ടപരിഹാരം ഒരു വള്ളക്കാർക്കും കിട്ടിയിട്ടില്ല. ഗവൺമെൻറ്റിന് കാശ് പാസ്സായെന്ന് പറയുന്നുണ്ട്, പേപ്പറിലൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. കോടതിയിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ കോടികൾ പാസ്സായിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. അതൊന്നും ഇതുവരെ കട ആർക്കും കൊടുത്തിട്ടില്ല. പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. എല്ലാവരും പരാതി മാത്രമേ പറയണുള്ളൂ. ഇപ്പോൾ എല്ലാ വള്ളക്കാരും പരാതി പറയണുണ്ട്. ഒരു നടപടിയില്ല, ഒന്നും കിട്ടണമില്ല. ഡെയിലി ഇന്നലെയും കണ്ടിച്ച് ഇത് തന്നെ ഇതൊക്കെ തന്നെ പറയണത്. അവിടെ വലപ്പണി ചെയ്യുന്നുണ്ട്. വലപ്പണി പറയണ അവിടെ ഹാർബറിലിട്ട് വലപ്പണി ചെയ്യുന്നുണ്ട്. എല്ലാവരും അവസ്ഥ ഇത് തന്നെ. പോട്ടും ഒന്നും കിട്ടാനില്ല. മീൻ കിട്ടാതെ തിരിച്ചു പോരേണ്ടിയൊക്കെ വന്നിട്ടുണ്ടോ? എത്ര ഇന്നലെയൊക്കെ വല കണ്ടിച്ചിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. പണിയെടുത്തില്ല ഞങ്ങൾ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വലപ്പണി എടുത്തിട്ട് വെറും കൈയോട് വെറുതെ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. എല്ലാ ദിവസവും ഇത് തന്നെ അവസ്ഥ. മിക്ക വള്ളക്കാരും എല്ലാ വള്ളക്കാരും ഇതൊക്കെ തന്നെ. എല്ലാവർക്കും നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 10-15 ലക്ഷം രൂപ മുടക്കി വന്നാൽ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. എല്ലാ ദിവസവും വല കണ്ടിപ്പോൾ തന്നെ. ഇന്നത്തെ ശരിക്കും ഈ കണ്ടെയ്നറിന് എന്താണ് നിലവിൽ കീറാനുള്ള സാധനങ്ങൾ എന്താ നിലവിൽ കൂടുന്നത്? കണ്ടെയ്നർ പൊളിഞ്ഞതും പിന്നെ ഇതിൻ്റെ ഈ അവശിഷ്ടങ്ങൾ ഇഷ്ടം പോലെ ഇങ്ങനെ ഒഴുകി കിടപ്പുണ്ട്. അപ്പോൾ അതിലാണ് നമ്മുടെ വല ചെന്ന് കിടക്കുമ്പോൾ ഒഴുകി ചെന്ന് നമ്മുടെ വല വീണ് വല കീറിപ്പോയി. മീനും വലയായിരിക്കും ഇങ്ങനെ നിൽക്കണം. ആ വല അങ്ങനെ ചെന്ന് വീണ് ഒഴുകി വീണ് അപ്പോൾ ആ വല കീറിപ്പോവും. ആ മീനും പോവും, നമ്മുടെ വലയും പോവും. ഇരിപ്പ് വേണ്ട. ഇത് എത്ര നേരമാണ് ഇവിടെ ഇരുന്ന് പണിയെടുക്കണമെന്നറിയാം. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പൈസ. ഇപ്പോൾ 100 കിലോ വല ഇന്ന് വെച്ച് ഈ 100 കിലോ വലക്ക് എത്ര രൂപ വേണമെന്നറിയാം. എത്ര 100 കിലോ 1 കിലോ വലക്ക് 750 രൂപയാണ്. 100 കിലോ വലക്ക് എത്ര 75,000 രൂപ എന്നില്ല. അപ്പം അങ്ങനെ ഇഷ്ടംപോലെ നഷ്ടങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ വന്നിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക്. ആളുകളെത്തുന്നത് കുറയുന്നില്ല. ആളുകളെങ്ങനെ തുടർച്ചയായിട്ട് പ്രശ്നങ്ങളുണ്ട്. ആര് വരാൻ? ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ മക്കളൊക്കെയാണ്, ചെറിയ മക്കളൊക്കെയാണ് പണിക്ക് പോകാൻ ഇപ്പോൾ. അപ്പോൾ അവരെയൊക്കെ കൊണ്ട് ഞങ്ങളുടെ കുടുംബം കഴിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഞങ്ങളിപ്പോൾ ഇത് കാരണം. എത്ര രൂപയുടെ സാധനം കിട്ടും ഒരു ദിവസം പണിയെടുക്കുന്ന സമയം? പണിയെടുത്താൽ അത് നമുക്ക് മത്സ്യം കിട്ടണ പോലെയാണ് നമുക്ക് പൈസ കിട്ടണം. അല്ലാണ്ട് ഇത്ര കാശ് കിട്ടുമെന്നൊന്നുമില്ല. ഈ കിട്ടണതിൻ്റെ പകുതി കടലിൽ തന്നെ പോകുമല്ലോ വല കണ്ടിച്ച്. അത് കഴിഞ്ഞ് ബാക്കിയാണ് നമുക്ക് കിട്ടുന്നത്. ഈ വലക്കൊക്കെ എത്ര രൂപയാണ് ശരിക്കും വരുന്നത്? ഈ വലക്ക് 650 രൂപ, 600 രൂപ 1 കിലോ വലക്ക് നിൽക്കും. ഇപ്പം ഇന്ന് 100 കിലോ വല വെച്ച് അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾ വല വെക്കുകയാണ്. 2018 പ്രളയകാലത്ത് സ്വമേധയാ രക്ഷാപ്രവർത്തനത്തിനെത്തിയവരാണ് മത്സ്യത്തൊഴിലാളികൾ. കടലിന്റെ മക്കളാണ്. എന്നാൽ ഇന്ന് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചിട്ടും സർക്കാർ അവർക്ക് നേരെ കണ്ണടയ്ക്കുകയാണ്. ക്യാമറാമാൻ ഗീതേഷിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.